നമുക്ക് നേരെ മുണ്ടക്കയിലേക്ക് തന്നെ എത്താം. രാജീവ് ചേരുന്നുണ്ട് അവിടെ നിന്നും. രാജീവ്, പ്രകൃതി ഭൂപടം തന്നെ മാറ്റി എഴുതിയപ്പെട്ട ആ കറുത്ത ദിനത്തിന് ഒരാണ്ട് തികയുകയാണ്. ഇന്നലെ മുതൽ രാജീവും ഞങ്ങളുടെ സംഘവും ഒക്കെ അവിടെയുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ നേരിട്ട് കാണുന്ന കാഴ്ചകൾ തന്നെ അറിയാൻ തന്നെയാണ് ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് മാത്രം ഒതുങ്ങുന്നില്ല, ഇന്നത്തെ ദിവസം മാത്രം ഇത് ഓർത്തെടുത്താൽ പോരാ എന്ന് വീണ്ടും വീണ്ടും നമ്മളെല്ലാവരും ഓർക്കേണ്ടതും കൂടെയാണ്. തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രദേശവാസികൾ പങ്കുവച്ച ആശങ്കകൾ, അവരുടെ ഉറ്റവരും ഉടയവരുമൊക്കെയാണ് നഷ്ടപ്പെട്ടത്. അവർ പങ്കുവച്ച നിരവധി ആശങ്കകളുണ്ട്, അവരുടെ പ്രതീക്ഷകൾ കൂടിയാണ് ആ ഉരുൾപൊട്ടലിൽ തകർത്തെറിഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയിലാണ്. മുണ്ടക്കൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ, ഇവിടെ ഒരു നിരവധി കുടുംബങ്ങൾ ഇവിടെ പാർത്തിരുന്നു എന്ന് പറയുമ്പോൾ ആ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ ഒരു മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. 100-ന് മുകളിൽ കുടുംബങ്ങൾ ഈ ഒരു മേഖലകളിൽ മാത്രം അധിവസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മേഖല ഇന്ന് ഏത് രീതിയിലാണെന്ന് ഈ ദൃശ്യങ്ങൾ ഒരുപക്ഷെ പറഞ്ഞു തരും. ഈ ഒരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം ഏറ്റത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖല അപ്പാടെ ഒലിച്ചു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് ആ ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു പുഴ ഒഴുകി അതിനുശേഷം അവിടെ നിന്ന് ആ ഒരു ഭൂമി ഒട്ടാകെ, അവിടെ ഉണ്ടായിരുന്ന വീടുകളും അതുപോലെ തന്നെ ആൾക്കാരെയും എല്ലാം ഒട്ടാകെ ഒഴുക്കിക്കൊണ്ട് ചാലിയാറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രമേൽ വലിയ ഒരു കാഠിന്യത്തിൽ തന്നെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. കഴിഞ്ഞ വർഷം ഈ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തമാണ് മുണ്ടക്കൈ, ചൂരൽമല, അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം മേഖലകളിൽ ഏൽപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് പിന്നിൽ കാണുന്ന ആ മേഖലയാണ് പുഞ്ചിരിമട്ടം. അവിടെയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. അവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ തുടങ്ങുന്നത്. അതായത് 29-ന് രാത്രി ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. ചെറിയ രീതിയിലാണ് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. തുടർന്ന് 30-ന് പുലർച്ചെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. ആ ഉരുൾപൊട്ടൽ ആണ് വലിയ ആഘാതം ഈ മേഖലയിൽ ഏൽപ്പിച്ചത്. തുടർന്ന് വലിയൊരു പ്രളയജലം ഒഴുകി എത്തുകയായിരുന്നു. ആ പ്രളയജലമാണ് മണ്ണും അതുപോലെ തന്നെ വലിയ പാറകളും, നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും, വലിയ കൂറ്റൻ പാറക്കല്ലുകളാണ് ഈ മേഖലകളിലേക്ക് ഒഴുകി എത്തിയത്. അവിടെ ഉണ്ടായിരുന്ന വീടുകളെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഒഴുകിയെത്തി. തുടർന്ന് ചൂരൽമലയിലേക്ക് അത് ഒഴുകി എത്തുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 298 പേർ മരിച്ചു എന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക്. പക്ഷേ ഇവിടെ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 298 ഒന്നുമല്ല, അതിനുമൊക്കെ അപ്പുറത്തേക്ക് മരണസംഖ്യ കടന്നിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ എത്തിയ തൊഴിലാളികൾ, ഇവിടെയുള്ള തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ ഇവിടെ ലയങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. മാത്രമല്ല നിരവധി റിസോർട്ടുകൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊരു റോഡാണ്. ഈ റോഡിൻ്റെ 2 സൈഡിലും വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ചെറിയ ടൗൺ ആയിരുന്നു ഇതെന്ന് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയില്ല. കാരണം ഇപ്പോൾ ഇവിടെ ജനവാസ മേഖലയല്ല. ഇവിടേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നതിനുൾപ്പെടെ ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ നേരത്തെ കഴിഞ്ഞ വർഷം ഇതേ സമയത്തിന് മുൻപൊക്കെ ഇവിടെ ജനവാസ മേഖലയായിരുന്നു. ഇവിടെ ചെറിയൊരു ടൗൺ ആയിരുന്നു, വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശങ്ങളിലൊക്കെ ആളുകൾ അധിവസിച്ചിരുന്നതാണ്. നിരവധി വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴുകിപ്പോയ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് ഇതിനൊപ്പം ഒഴുകിപ്പോയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ നമുക്ക് മുന്നിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതികളും അത് തന്നെയാണ്. പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങും എത്തുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. കഴിഞ്ഞ ദിവസം നമ്മൾ കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ സംസ്ഥാന സർക്കാർ വാഗ്ദാനം ചെയ്ത ഈ ടൗൺഷിപ്പ് സന്ദർശിച്ചിരുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പില്ലറുകൾ മാത്രമാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. 1 വർഷം കൊണ്ട് ഈ ടൗൺഷിപ്പ് പൂർത്തിയാക്കും എന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വാഗ്ദാനം. മുഖ്യമന്ത്രി തന്നെയാണ് ഇത്തരമൊരു വാഗ്ദാനം നൽകിയത്. എന്നാൽ ഇതുവരെയായിട്ടും അത് പാലിക്കപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസം ചൂരൽമലയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നിരവധി ആളുകൾ ഈ ഒരു പരാതിയുമായി എത്തുകയാണ്. ഈ ദുരന്തമുണ്ടായതിനു ശേഷം സംസ്ഥാന സർക്കാർ നൽകിയ വാഗ്ദാനം, ഈ ദുരന്തത്തിൽപ്പെട്ടവർ ഒറ്റയ്ക്കല്ല, അവരെ ചേർത്ത് നിർത്തും, അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും നൽകും, വയനാടിനെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമെന്നായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പലരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരിന്നും ഒറ്റയ്ക്കാണ്. അവരെ ചേർത്ത് നിർത്താൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള സഹായങ്ങളും ലഭിക്കുന്നില്ല. വീടുകളില്ല, ബന്ധുവീടുകളിലും വാടക വീടുകളിലുമൊക്കെ കഴിഞ്ഞുകൂടേണ്ട സാഹചര്യമാണ്. വളരെ മനോഹരമായൊരു ഗ്രാമമായിരുന്നു ഈ മുണ്ടക്കയും ചൂരൽമലയും
അതുപോലെ തന്നെ പുഞ്ചിരിമട്ടവും ഒക്കെ അവിടെ എല്ലാവിധ സൗകര്യങ്ങളും കൂടി കഴിഞ്ഞിരുന്നവരാണ്. അവരിപ്പോൾ ബന്ധു വീടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ തന്നെ വാടക വീടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഒരു വീടുകളിൽ തന്നെ 10ഉം 15ഉം പേരുമൊക്കെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും അവർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല, ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. ഇങ്ങനെ പരാതികൾ നിരവധിയാണ്. അതേസമയം തന്നെ നേരത്തെ ദുരന്തമുണ്ടായി തൊട്ടടുത്ത ദിവസമാണ് സർക്കാർ വാഗ്ദാനം നൽകിയത് വയനാട് ഒറ്റയ്ക്കല്ല, വയനാടിനെ നമ്മൾ ചേർത്ത് നിർത്തുമെന്ന്. വയനാടിനെ ഏതായാലും കേരളം ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രം വന്നത് 800 കോടി രൂപയ്ക്കടുത്താണ്. എന്നാൽ ചിലവഴിച്ചിരിക്കുന്നത് 90 കോടി രൂപ മാത്രമാണ് എന്ന് പറയുമ്പോൾ മാത്രം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങനെ തടസ്സപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ആ കാര്യം ചർച്ച ചെയ്യേണ്ടി വരും. ആ രീതിയിൽ ഗുരുതരമായ അനാസ്ഥയും ഗുരുതരമായ അലംഭാവവും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ദുരന്തത്തിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തത്തിൽ, ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ എല്ലാം നഷ്ടപ്പെടേണ്ടി വന്ന, ഉടുതുണി മാത്രമായി ഇവിടെ നിന്ന് പോകേണ്ടി വന്ന ഒരു ജനതയുണ്ട്. ഉറ്റവരെയും ഉടയവരെയും ഇവിടെ ഉപേക്ഷിച്ച്, ഈ മണ്ണിനടിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ഒരു ജനതയുണ്ട്. ഒരുപക്ഷെ ജീവൻ തിരിച്ചു കിട്ടിയവർ, വിധി ബാക്കി വെച്ചവർ എന്ന് തന്നെയാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. അതായത് കൺമുന്നിൽ തന്നെ തങ്ങളുടെ ഉറ്റവരും ഉടയവരുമൊക്കെ ഒഴുകിപ്പോകുന്നതും മണ്ണിനടിയിലേക്ക് ആണ്ടുപോകുന്നതുമൊക്കെ കണ്ടു നിൽക്കേണ്ടി വന്ന അവരുടെ മനസ്സ്, ആ ഒരു മനസ്സിൽ ഇന്നും ജീവിക്കുന്നവരെയാണ് വീണ്ടും സർക്കാർ സംവിധാനങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യമാണ് ഇന്നും ഈ മുണ്ടക്കയിലായാലും അതുപോലെ തന്നെ ചൂരൽമലയിലായാലും എല്ലാം നിലനിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുണ്ടക്കയിലേക്കും പുഞ്ചിരിമട്ടത്തിലേക്കും ഇപ്പോഴും ആളുകൾക്ക് പ്രവേശനമില്ല. ഇവിടെ നിന്ന് പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല, അതായത് ഒരു കാലത്ത് ഈ വളരെ സജീവമായിരുന്ന ഒരു മേഖലയാണ് തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും, ഒരു മുസ്ലിം പള്ളി ഇവിടെയുണ്ട്. അത്തരത്തിൽ വളരെ സജീവമായിരുന്ന ഒരു മേഖലയാണ്. ആ മേഖലയുടെ ഇന്നത്തെ ഒരു അവസ്ഥയാണ് ഒരു ആളും അനക്കവും ഇല്ലാതെ. ഒരുപക്ഷെ ഇന്ന് ഈ ദുരന്തത്തിൻ്റെ വാർഷികമായതുകൊണ്ട് മാത്രം ഇവിടേക്ക് മാധ്യമങ്ങൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇവിടേക്ക് അല്ലാത്ത ദിവസങ്ങളിൽ മറ്റാരും എത്താറ് പോലുമില്ല. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് വ്യാപകമായി എത്തുന്നു എന്നാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്ന അത്തരമൊരു മേഖലയായി ഇത് മാറിയിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞിരുന്ന ആളുകൾക്കാണ് ഇപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്നത്. വയനാടിനെ ചേർത്ത് നിർത്തുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്ന സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ വയനാടിനോട് ഈ അനാസ്ഥ കാണിക്കുന്നത്, അലംഭാവം കാണിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ്. കാരണം വാക്കുകൾ കൂടി വിവരിക്കുന്നതിനുമൊക്കെ അപ്പുറത്താണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ. രാജീവ്, അവിടുത്തെ ജനങ്ങളോട് രാജീവും അരുൺ കൊടുങ്ങൂരും എല്ലാവരും ഇന്നലെ നേരിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോഴും ഭീതിയിലാണ് ഈവൻ നമ്മൾ പോലും. കാരണം വയനാട്ടിൽ മഴ കനക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ എത്രത്തോളം ഭയമാണ് ഇപ്പോഴും ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ഈ 2018 പ്രളയത്തിന് ശേഷം ഒരു ചെറുതും വലുതുമായ 2000-ലധികം ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു ജില്ല കൂടിയാണ് വയനാട്. പക്ഷെ പലതും ശ്രദ്ധിക്കപ്പെടാതെ പോയി. വയനാട്ടിലേക്ക് തന്നെ എത്താം. രാജീവ് ചേരുന്നുണ്ട്, നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. രാജീവ് നേരത്തെ ഈ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെ 2 ഗ്രാമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ടൗൺ ഉണ്ടായിരുന്നു, അവിടെ ജനങ്ങൾ തിങ്ങി പാർത്തിരുന്നു, അവിടെ കടകൾ ഉണ്ടായിരുന്നു, അവിടെ സ്കൂൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഇനിയുള്ള വരും തലമുറകൾക്ക് പറയേണ്ടി വരുന്നു. ആ ഒരു ഇടം കണ്ടാൽ, ആ ഒരു പ്രദേശം കണ്ടാൽ അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അതിശയിക്കും. തീർച്ചയായും ഇവിടെ ആദ്യമായി എത്തുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ അതിശയം തോന്നും. ഇവിടുത്തെ പ്രദേശവാസികൾ നമുക്ക് പറഞ്ഞു തരും, ഇവിടെ ഞങ്ങളുടെ വീടുകളുണ്ടായിരുന്നു, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ വീടുകളുണ്ടായിരുന്നു. ആ വീടുകൾ നിന്ന സ്ഥലമാണ് ഈ രീതിയിൽ കിടക്കുന്നത്. പാറകൾ നിറഞ്ഞ് ജലം ഒഴുകുന്ന രീതിയിൽ, ഒരു പുഴ ഒഴുകുന്ന രീതിയിൽ കിടക്കുന്നത് ഇവിടെ വീടുകൾ നിറഞ്ഞു നിന്നിരുന്ന സ്ഥലമാണ്. നിരവധി ആളുകൾ ജീവിച്ചിരുന്ന സ്ഥലമാണ്. അവർ എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോഴും വീടുകൾ കാണാൻ കഴിയും. അവിടെ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. തൊട്ട് അടുത്തുണ്ടായിരുന്ന വീട് ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകുന്നു. ബന്ധുക്കളെയും, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ബന്ധുക്കളാണ്, ഉറ്റവരാണ്, അവർ കൺമുന്നിലാണ് ഒലിച്ചു പോകുന്നത്. ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത് അധികൃതരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പരിസ്ഥിതിലോല പ്രദേശമാണ് വയനാട്. വലുതും ചെറുതുമായി നിരവധി ഉരുൾപൊട്ടലുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. 2018 പ്രളയത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത്. 2000-ഓളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായി എന്നാണ്
പ്രധാനമായും കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ അതനുസരിച്ചുള്ള യാതൊരു തരത്തിലുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളുമൊന്നും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം പോലും നമ്മൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ്. ആകെ ഒരു അഗ്നി സുരക്ഷാ സേനയുടെ വിഭാഗം മാത്രമാണ് ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇതിന് എത്രത്തോളം പ്രാധാന്യം സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ നൽകുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല 29-ന് ചെറിയൊരു ഉരുൾപൊട്ടൽ ഈ പുഞ്ചിരിമട്ടത്ത് ഉണ്ടായതാണ്. അന്ന് അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നെങ്കിൽ ഈ രീതിയിൽ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ അവസ്ഥയിലേക്ക് പോകുമായിരുന്നില്ല. അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് പ്രദേശവാസികൾ തന്നെ പലരും അധികൃതരെ ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ അതനുസരിച്ചുള്ള ഒരു പ്രവർത്തനം ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പലരും നമ്മളോട് വ്യക്തമാക്കിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുഞ്ചിരിവട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് രണ്ട് മലകൾക്ക് നടുവിൽ നിന്ന് ഈ ഉരുൾപൊട്ടി ഒഴുകി താഴേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. അതിൽ ആ ഭാഗത്ത് തന്നെ ആളുകൾ അധിവസിച്ചിരുന്നു. ഏകദേശം 35ഓളം കുടുംബങ്ങളാണ് ആ ഒരു മേഖലയിൽ മാത്രം അധിവസിച്ചിരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ പുഞ്ചിരിവട്ടം മേഖലയിലേക്കുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അവിടേക്ക് പോകാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വന്യമൃഗങ്ങൾ ഉൾപ്പെടെ അവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ആ മേഖലകളിലേക്ക് ആരെയും കടത്തിവിടുന്നില്ല. വനംവകുപ്പിൻ്റേത് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മാത്രമാണ് ആ മേഖലകളിലേക്ക് പോകുന്നത്. ആ മേഖലകളിൽ മാത്രം 35ഓളം കുടുംബങ്ങൾ അധിവസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം അവിടെ നിന്നും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. അതിൻ്റെ പ്രഭവ കേന്ദ്രം ഈ പുഞ്ചിരിമട്ടമാണ്. അവിടെ നിന്ന് ഉത്ഭവിച്ച് താഴേക്ക് ആ പ്രളയജലം വരികയാണ്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പാറക്കഷ്ണങ്ങളെയും കൂറ്റൻ പാറക്കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ളവയുമായാണ് ഈ പ്രളയജലം ഒഴുകി താഴേക്ക് എത്തുന്നത്. താഴേക്ക് എത്തിയ ശേഷമാണ് ഇവിടെ ഉണ്ടായിരുന്ന മുണ്ടക്കൈ എന്ന ഗ്രാമം, അവിടെ മുതൽ തുടങ്ങുന്ന മുണ്ടക്കൈ എന്ന ഗ്രാമം ഇവിടുന്ന് അവിടെ വ്യാപിച്ച് അവിടേക്ക് കിടക്കുകയാണ്. അവിടെയും ഏകദേശം 150ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ഈ 150ഓളം കുടുംബങ്ങളെയും പുഞ്ചിരിമട്ടത്തുണ്ടായിരുന്ന 35ഓളം കുടുംബങ്ങളെയുമാണ് ഈ പ്രളയം ഏറ്റവും കൂടുതൽ, ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നീടാണ് അത് ചൂരൽമലയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചൂരൽമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ചൂരൽമലയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെയും നിരവധി കുടുംബങ്ങളുണ്ടായിരുന്നു, ക്ഷേത്രമുണ്ടായിരുന്നു. ഇതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ പോയിരിക്കുന്നത്. അവിടെയാണ് ഈ 298 പേരുടെ മരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 298 എന്ന് പറയുന്നത് സർക്കാർ കണക്കുകളാണ്, ഔദ്യോഗികമായുള്ള കണക്കുകൾ മാത്രമാണത്. പക്ഷേ പ്രദേശവാസികൾ പറയുന്നത് 400-ന് മുകളിൽ മരണം സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ്. 32 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അതിൽ കൂടുതൽ ആളുകളെ കണ്ടെത്താനുണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഏതായാലും ആ രീതിയിൽ ഉരുൾപൊട്ടൽ കടന്നുപോയ ആ മേഖല, ഒരുപാട് കുടുംബങ്ങളെ കവർന്നെടുത്ത ആ ഒരു മേഖലയിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അന്ന് ഈ ദുരന്തമുണ്ടായതിനു ശേഷം, അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇവിടേക്ക് എത്താൻ വേണ്ടി മാത്രം ഉച്ചവരെ കാത്തിരിക്കേണ്ടി വന്നു. അതായത് അത്രത്തോളം ഭീകരമായ ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തകർക്ക് ഇവിടേക്ക് എത്താൻ, അതായത് മുണ്ടക്കയിലേക്ക് എത്താൻ, നമ്മളിപ്പോൾ നിൽക്കുന്ന മുണ്ടക്കയിലേക്ക് എത്താൻ വേണ്ടി മാത്രം മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു. വളരെ സാഹസികമായാണ് മുണ്ടക്കയിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആ സാഹസികത എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ, അന്ന് ഇതായിരുന്നില്ല സാഹചര്യം. വലിയ രീതിയിലുള്ള, അതായത് മഴവെള്ള പാച്ചിൽ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഉരുൾപൊട്ടി ഒഴുകി വരുന്ന പാറക്കഷ്ണങ്ങളും അതുപോലെ തന്നെ മറ്റ് തടിക്കഷ്ണങ്ങളും ഒക്കെയായി രക്ഷാപ്രവർത്തകർക്ക് ഇവിടേക്ക് അടുക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ ഒരു സാഹചര്യം രക്ഷാപ്രവർത്തകർക്ക് പോലും മനസ്സിലായത്. ഒരു ഗ്രാമം ഒട്ടാകെ ഒലിച്ചുപോയി എന്ന ഇവിടെ എത്തിയതിനു ശേഷമാണ് അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രത്തോളം ദുഷ്കരമായിരുന്നു ഇവിടുത്തെ രക്ഷാപ്രവർത്തനം എന്നതും അന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളോട് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അധികൃതർ വിളിച്ചു വരുത്തിയ ഒരു ദുരന്തം എന്ന് ഈ ഘട്ടത്തിൽ പോലും നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. 29-ന് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ പ്രകൃതി തന്നെ നൽകുന്നു. പക്ഷേ അതെല്ലാം അവഗണിക്കുകയാണ്. തുടർന്നാണ് രാത്രിയിൽ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. പിന്നീട് 30-ന് പുലർച്ചെ വീണ്ടും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. അതോടുകൂടിയാണ് ഈ ഗ്രാമം മുഴുവൻ കവർന്നെടുക്കുന്ന രീതിയിലേക്ക്, ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ കവർന്നെടുക്കുന്ന അവസ്ഥയിലേക്ക് അത് പോകുന്നത്. രക്ഷപ്പെട്ടവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിധി മാറ്റിവെച്ചിട്ട് പോയവർ, ബാക്കി വെച്ചിട്ട് പോയ അവരാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീടുകളിലും വാടക വീടുകളിലും ഒക്കെ കഴിയുന്നത്. അവർക്ക് സുരക്ഷയൊരുക്കാനും അവർക്ക് ചാലൊക്കെ ഇപ്പോഴും കാണാം അല്ലേ രാജീവ്? അവിടെ മലമുകളിലൊക്കെ ആ ഒരു പ്രദേശം മുഴുവൻ അതുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ പ്രേക്ഷകർ ഈ രാജീവ് തത്സമയം വന്നത് മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, MP എവിടെ? ജില്ലയുടെ MP ഒന്നും കാണാനില്ലല്ലോ, അവിടെ ബോർഡ് വെക്കേണ്ടി വരുമോ നമുക്ക്?
തീർച്ചയായും അനു, MP ഏതായാലും ഈ കഴിഞ്ഞ 2 ദിവസമായി അവർ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. നമുക്കറിയാം, ഈ ദുരന്തം ഉണ്ടായപ്പോൾ പോലും അവർ ഈ അന്നുണ്ടായിരുന്ന MP ഇവിടേക്ക് എത്തിയത് എത്രത്തോളം വൈകിയാണെന്നൊക്കെ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഏതായാലും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട്. വല്ലപ്പോഴും മാത്രം എത്തി, അത് ഇവിടേക്കൊന്നും എത്താറില്ല, മുണ്ടക്കൈ ഭാഗത്തേക്കോ ചൂരൽമല ഭാഗത്തേക്കോ ഒന്നും എത്താറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മേപ്പാടിയിലൊക്കെ എത്തി തിരികെ പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരം വിഷയങ്ങളിലേക്ക്, കൂടുതൽ ചർച്ചകളിലേക്കും നമുക്ക് വരും മണിക്കൂറുകളിൽ പോകേണ്ടിയിരിക്കുന്നു. ഈ മുണ്ടക്കയിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ഭീകരാവസ്ഥയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ JCBകൾ കൊണ്ടുവന്ന് ഈ പുഴ നേരെ വീണ്ടും ഒഴുക്കിവിടാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. കാരണം നേരത്തെയും ഇതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ 1 മാസം മുമ്പും വീണ്ടും ഈ പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പുഞ്ചിരിമട്ടത്തുനിന്ന് ഒരു ചാല് പോലെ ഒഴുകി എത്തി അത് ഈ പുഴയിലേക്കാണ് വരുന്നത്. അവിടെ നിന്നാണ് നേരത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇനിയും ഉരുൾപൊട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. പക്ഷേ പ്രദേശവാസികൾ പറയുന്നത് ഈ പുഴ നന്നാക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന പണം പോലും അവർക്ക് നൽകുന്നില്ല. അതായത് പുനരധിവാസത്തിനായി അത്തരം പ്രവൃത്തികൾക്കായി പണം അനുവദിക്കുന്നില്ല എന്നാണ് പ്രധാനമായും ഈ പ്രദേശവാസികൾ പറയുന്നത്. അവർക്ക് ഇതിൻ്റെ അർഹമായ യാതൊരു തുകയും ലഭിക്കുന്നില്ല. അവരെ ചേർത്ത് നിർത്തുമെന്ന് ഉറപ്പ് നൽകിയവർ ആ വാഗ്ദാനം പാലിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ, ഈ മുണ്ടക്കയിൽ നിന്ന് നോക്കിയാൽ തന്നെ വീടുകൾ, പ്രകൃതി ബാക്കി വെച്ചിട്ട് പോയ, ഉരുൾപൊട്ടൽ ബാക്കി വെച്ചിട്ട് പോയ വീടുകളൊക്കെ അവിടെ ഒറ്റപ്പെട്ട നിലയിൽ കാണാൻ കഴിയും. ആ വീടുകൾക്കൊന്നും യാതൊരു കേടുപാടുകളും നിലവിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ തൊട്ടടുത്തൊക്കെ ഉണ്ടായിരുന്ന വീടുകളാണ് ഈ ഉരുൾപൊട്ടൽ കവർന്നെടുത്തുകൊണ്ട് പോയത്. അതായത് ഒരു ദിവസം നമ്മൾ അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം രാത്രി ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ശബ്ദം കേട്ട് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തൊട്ടടുത്ത വീടില്ല, ആ വീട് ഉരുൾപൊട്ടൽ കൊണ്ടുപോയിരിക്കുന്നു. ആ വീട് എവിടേക്ക് പോയെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. കനത്ത ഇരുട്ടാണ്, എന്ത് സംഭവിച്ചുവെന്ന് അറിയാൻ കഴിയുന്നില്ല, എവിടേക്ക് രക്ഷപ്പെടണമെന്ന് അറിയാൻ കഴിയുന്നില്ല. ആ ഒരു മാനസികാവസ്ഥ ഒരുപക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രദേശവാസികളുടെ വാക്കുകളിൽ നിന്ന് അവരത് വിവരിക്കുന്നുണ്ട്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉറ്റവരും ഉടയവരും ഒന്നും കാണാനില്ല, 100 കണക്കിന് കുടുംബങ്ങളെ കാണാനില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണ് ഇന്ന് ബന്ധുക്കളുടെ വീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും വാടക വീടുകളിലും ഒക്കെ കഴിയുന്നത്. അവരെ കൈപിടിച്ച് ഉയർത്തും എന്ന് ഉറപ്പ് നൽകിയ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ നമ്മളോട് പറഞ്ഞത്, 3 മാസവും 4 മാസമൊക്കെ ആകുന്നു അധികൃതർ തങ്ങളെ ഒന്ന് കാണാൻ വന്നിട്ട്, തങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാൻ അവർ വന്നിട്ട് 3 മാസമാകുന്നു 4 മാസമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ അവരെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞവർ പണമില്ലാഞ്ഞിട്ടല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 800 കോടി രൂപയ്ക്കടുത്താണ് ഇപ്പോഴും ശേഷിക്കുന്നത്. 90 കോടി മാത്രമാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ പണം പ്രശ്നമല്ല, എന്നിട്ട് പോലും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആ പണം ചെലവഴിക്കുന്നില്ല. ദുരിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് നിർത്താനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന വസ്തുത തന്നെയാണ് നിലനിൽക്കുന്നത്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ കൂടി പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ എത്തുമ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്തരീക്ഷം മേഘാവൃതമാണ്. വീണ്ടും കഴിഞ്ഞ വർഷത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അത്രത്തോളം ശക്തമല്ലെങ്കിലും വീണ്ടും ശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ അതിശക്തമായ മഴയല്ല എങ്കിൽ പോലും വീണ്ടും മഴ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥ കൂടിയാണ് ഈ മുണ്ടക്കയുടെ പ്രത്യേകത. അതുതന്നെയായിരുന്നു നേരത്തെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരെ ഇവിടേക്ക് ആകർഷിച്ചിരുന്നതും. തേയിലത്തോട്ടങ്ങൾ ഉൾപ്പെടെ നിരവധി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇവിടേക്ക് ധാരാളമായി എത്തുകയും ചെയ്തിരുന്നു. വളരെ സന്തോഷത്തോടെ കഴിച്ചിരുന്ന ഒരു ഗ്രാമം മുണ്ടക്കൈ, അതുപോലെ തന്നെ ചൂരൽമല, പുഞ്ചിരിമട്ടം മേഖലകളിൽ വളരെ സന്തോഷത്തോടെ കഴിച്ചിരുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമമാണ് ഇന്ന് ഇല്ലാതായിരിക്കുന്നത്. പിന്നീട് ആ ഗ്രാമത്തെ കൈപിടിച്ചുയർത്താനായി കേരളം ഒന്നിച്ചിരുന്നു. രാജീവ് ഇപ്പോൾ പറഞ്ഞ കണക്കുകളൊക്കെ ഒരിക്കൽ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രവാഹമായിരുന്നു എല്ലാവരുടെയും വക. പിന്നീട് എല്ലാവരും കൈയടിച്ച ഒരു പ്രഖ്യാപനം കൂടെ ഉണ്ടായി. ടൗൺഷിപ്പ് വലിയ ബ്ലൂ പ്രിൻ്റൊക്കെ കണ്ടു, നല്ലതായിരുന്നു, നമ്മളും ആശ്വസിച്ചു, ഉടനെ വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ അവസ്ഥ എന്തായി എന്ന് നമുക്ക് ഓരോരുത്തർക്ക് പറയാം. എന്തായാലും ഇനിയെങ്കിലും അധികം വൈകാതെ അവിടുത്തെ ജനങ്ങൾക്ക് പാർപ്പിട സൗകര്യം ഒരുക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സംസ്ഥാന സർക്കാരിനോട്.